മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം. ലോകം നിങ്ങളെ വെറുക്കും, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ ഇവരുടേതും പാലിക്കും. എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് കഴിവില്ല. എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. യേശുവിനോട് ചേർന്നിട്ട് ജീവിക്കുന്ന എല്ലാ മക്കളെയും ഈ ലോകം ദ്വേഷിക്കും. ഈ ലോകം ശാശ്വതമല്ല, എന്നാൽ നിത്യസ്വർഗരാജ്യം അത് ശാശ്വതമാണ്. ഈ ലോകത്തിന് മാത്രം ഫോക്കസ് ചെയ്തു പോകുന്നതായ ഒരു ജനത ഇവിടെയുണ്ട്. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ. കാരണം അവർ ദൈവത്തെ അറിയുന്നില്ല. ദൈവപുത്രൻ പറഞ്ഞ വചനവും അവർക്ക് മനസ്സിലാകുന്നില്ല. പിതാവായ ദൈവം ആകർഷിച്ചാലല്ലാതെ ഒരിക്കലും ഈ വചനം മനസ്സിലാക്കുവാനോ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനോ അവർക്ക് സാധ്യമല്ല. ഇന്ന് യേശു സ്ഥാപിച്ച സഭയിൽ തന്നെ വളരെയധികം പേർ വിശ്വാസികളെന്ന് പറയുകയും എന്നാൽ ഈ ലോകത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുമായ ജനതയായിട്ട് മാറിക്കഴിഞ്ഞു. ദൈവം നമ്മളെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടും നാം അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ദൈവത്തെ ദ്വേഷിച്ചുകൊണ്ട് ദൈവവചനം ഉദ്ഘോഷിക്കുകയും ദൈവത്തിനായി ജീവിക്കുന്ന വ്യക്തികളെയും വെറുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി വരും. നാം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ ഭവനത്തിൽ നാം വസിക്കുവാനുള്ള കൃപാവരങ്ങൾ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.